പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ന്യൂസിലാൻഡ് സന്ദർശക വിസ നിയമങ്ങൾ ലഘൂകരിക്കുന്നു. രാജ്യത്ത് അവധിക്കാലം ആഘോഷിക്കുമ്പോൾ സന്ദർശകർക്ക് വിദേശ കമ്പനികൾക്കായി വിദൂരമായി ജോലി ചെയ്യാവുന്ന വിധത്തിലാണ് നിയമങ്ങളിൽ ഇളവ് അനുവദിച്ചത്. രാജ്യത്ത് അവധിക്കാലം ആഘോഷിക്കുമ്പോൾ യാത്രക്കാർക്ക് വിദൂരമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്നതിന് സന്ദർശക വിസ നിയമങ്ങൾ ഇളവ് വരുത്തുന്നതായി ന്യൂസിലാൻഡ് പ്രഖ്യാപിച്ചു. വിനോദസഞ്ചാര മേഖലയെയും സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ന്യൂസിലാൻഡിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾക്ക് ജോലി ചെയ്യാൻ അനുവദിക്കുന്നതിനായി സന്ദർശക വിസ നിയമങ്ങളിൽ മാറ്റം വന്നതായി ഇമിഗ്രേഷൻ മന്ത്രി എറിക്ക സ്റ്റാൻഫോർഡ് അറിയിച്ചു. ഇത് വിനോദസഞ്ചാരത്തിന് ഒരു പുതിയ വിപണി തുറക്കുമെന്ന് അവർ പറഞ്ഞു. ആളുകൾക്ക് ജോലിയും യാത്രയും അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിക്കാൻ ഇത് അനുവദിക്കുന്നു. ഇന്നു മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത്. സന്ദർശകർക്ക് ഇപ്പോൾ ന്യൂസിലാൻഡിൽ താമസിക്കുമ്പോൾ വിദേശ തൊഴിലുടമകൾക്കോ ക്ലയന്റുകൾക്കോ വേണ്ടി വിദൂരമായി പ്രവർത്തിക്കാം. ന്യൂസിലാൻഡിലെ തൊഴിലുടമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനോ പ്രാദേശികമായി ചരക്കുകളോ സേവനങ്ങളോ നൽകാനും ന്യൂസിലാൻഡിൽ ജോലിയിൽ ഏർപ്പെടാനോ അവർക്ക് കഴിയില്ല. 12 മാസ കാലയളവിനുള്ളിൽ 92 ദിവസത്തിൽ കൂടുതൽ വിദൂരമായി ജോലി ചെയ്യുന്നവർ നികുതി അടയ്ക്കേണ്ടി വരും. ഉയർന്ന വൈദഗ്ധ്യമുള്ള ആളുകളെ, പ്രത്യേകിച്ച് തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും US-ലെയും IT ജീവനക്കാരെയാണ് സർക്കാർ കൂടുതലും ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുടിയേറ്റക്കാരെ സ്വീകരിക്കുമെന്ന് കൊളംബിയ. ട്രംപ് കൊളംബിയയ്ക്കെതിരെ പ്രഖ്യാപിച്ച ഉപരോധ നികുതി ഭീഷണി പിൻവലിച്ചു. US-ൽ നിന്ന് കുടിയേറ്റക്കാരെ കയറ്റിയച്ച വിമാനം ഇറക്കുന്നതിന് അനുമതി നൽകിയില്ലെന്ന തീരുമാനം കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പിൻവലിച്ചു. തിരിച്ചയക്കുന്ന കുടിയേറ്റക്കാരെ സ്വീകരിച്ചില്ലെങ്കിൽ കൊളംബിയയ്ക്കെതിരെ ഉപരോധവും നികുതിയും ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കുടിയേറ്റക്കാരെ സ്വീകരിക്കുമെന്ന് കൊളംബിയ അറിയിച്ചത്. ഒരു കുടിയേറ്റക്കാരൻ ഒരു കുറ്റവാളിയല്ല. ഒരു മനുഷ്യന് അർഹിക്കുന്ന മാന്യതയോടെയാണ് അവരോട് പെരുമാറേണ്ടതെന്ന് പെട്രോ പറഞ്ഞു. നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരോടുള്ള US അധികൃതരുടെ പെരുമാറ്റത്തെ പെട്രോ വിമർശിച്ചു. നാടുകടത്തപ്പെട്ട പൗരന്മാരെ സിവിലിയൻ വിമാനങ്ങളിലും മനുഷ്യത്വപരമായ സാഹചര്യങ്ങളിലും മാത്രമേ കൊളംബിയ സ്വീകരിക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമീപ വർഷങ്ങളിൽ US മെക്സിക്കോ അതിർത്തിയിൽ കൊളംബിയക്കാർ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. സെപ്റ്റംബർ വരെയുള്ള 12 മാസ കാലയളവിൽ 1,27,000-ലധികം പേർ അനധികൃത കുടിയേറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2020-നും 2024-നും ഇടയിൽ US-ൽ നിന്ന് നാടുകടത്തൽ വിമാനങ്ങൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളിൽ കൊളംബിയ 5-ാം സ്ഥാനത്താണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഒമാൻ സന്ദർശിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ നടത്തും. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നതിനായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ മസ്കറ്റിലേക്ക് പോകും. ഇന്ത്യ ഒമാൻ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് സംബന്ധിച്ച ചർച്ചകൾക്ക് സന്ദർശന വേളയിൽ കൂടുതൽ ഉണർവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനിടയിൽ ഒമാൻ അധികാരികളുമായി വ്യാപാരം, നിക്ഷേപം, ആഗോള സാമ്പത്തിക സ്ഥിതി എന്നിവയെക്കുറിച്ച് വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും അറിയിച്ചു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിർദ്ദിഷ്ട FTA പ്രതിസന്ധിയിലായ പശ്ചാത്തലത്തിലാണ് ഗോയലിന്റെ സന്ദർശനം. കഴിഞ്ഞ വർഷം മാർച്ചിൽ ചർച്ചകൾ പൂർത്തിയായെങ്കിലും ചില ഉൽപ്പന്നങ്ങളുടെ വിപണി പ്രവേശന ഓഫർ പരിഷ്കരിക്കാൻ ഒമാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. പ്ലാസ്റ്റിക്കുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ഘടകങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിയെത്തിലീൻ, പോളിപ്രോഫൈലിൻ ഇന്റർമീഡിയറ്റുകൾക്ക് കൂടുതൽ വിപണി പ്രവേശനം നൽകാനുള്ള ഇന്ത്യയിലെ സമ്മർദ്ദമാണ് തർക്കത്തിന്റെ പ്രധാന മേഖലകളിലൊന്ന്. ഈ പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ 7.5% ഇറക്കുമതി തീരുവ ചുമത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ റിയൽ എസ്റ്റേറ്റ് സേവന ഫീസുകളിൽ ഭേദഗതി വരുത്തി. നിക്ഷേപകർക്ക് പിന്തുണ നൽകുന്നതിന് ഇത് സഹായിക്കും. ഒമാനിലെ നിക്ഷേപ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ 85 സർക്കാർ സേവന നിരക്കുകളിലാണ് ഭേദഗതി വരുത്തിയത്. ഹൗസിംഗ് അർബൻ പ്ലാനിംഗ് മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. വിൽപ്പന കരാറിന്റെ രജിസ്ട്രേഷൻ ഫീസ് 2-ൽ നിന്ന് 1% പ്രധാന ഭേദഗതികളിൽ ഒന്ന്. ഒമാനി കമ്പനികൾക്കും പൗരന്മാർക്കും ഇത് ബാധകമാണ്. റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശം 50% കുറയ്ക്കാൻ ഇത് സഹായിക്കും. റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ, രേഖകളുടെ ഡോക്യുമെന്റേഷൻ, വസ്തു ട്രാൻസ്ഫർ എന്നിവയ്ക്കായി നിശ്ചിത ഫീസ് ഏർപ്പെടുത്തി. കൃഷിഭൂമി ഉപയോഗത്തിലും ഫീസിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പണയവസ്തുക്കളുടെ രജിസ്ട്രേഷൻ ഫീസ് 0.5% കുറച്ചു. ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് കൂടുതൽ മികച്ച അവസരങ്ങൾ വാഗ്ദാനം ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.